NCMS ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് സുധിയണ്ണൻ്റെ വേൾഡിലോട്ടാണ്. സുധിയണ്ണൻ്റെ വേൾഡല്ല, സുധിയണ്ണൻ്റെ സീഡാണ്. ഞാൻ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സുധിയണ്ണൻ്റെ ഒരു വീഡിയോ വെച്ച് ഞാൻ ഒരു റെസ്പൈ സീരീസ് തുടങ്ങാറ്. അയ്യോ എന്തൊരു ലാഗ്! വീഡിയോ ഇടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത്ര ലാഗ് ചെയ്യാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്ക പേരും ആരും കമൻറ്റ് ഇട്ടില്ല. പക്ഷേ അതിനകത്ത് ആ ചാനലിലും എല്ലാവരും കണ്ട് ഇതിനകത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. എല്ലാവരും അതിനകത്തൊന്നും കമൻ്റ് ഒന്നും ഇട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഈ ചാനലങ്ങ് മുന്നോട്ട് ഈ സീഡങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഗോളുണ്ട്. മറ്റേ ഒരു സ്പൈ ഗ്ലാസ് കൊണ്ടുവരണം. പിന്നെ ഇവിടെ എല്ലാം നിങ്ങളൊന്ന് ചുറ്റി കാണിക്കാം. ആദ്യത്തെ വീഡിയോയില്ലേ എൻ്റെ ടോർച്ചെല്ലാം പോയി ഗൈസ്. അയ്യോ മതിലെ നീച്ചി എന്തു കണ്ട് ചാടന്ന് നിൽക്കവിടെ മണ്ടക്കോട്ട് കയറിയിരിക്കുക. ഇവിടോട്ട് ഇന്നാ മതി ഒരു ക്രീപ്പറിനെ പോലെ അതോട്. ഈ ക്രീപ്പർ കാരണമായി ഇവൻ്റെ പേര് മസിൽ. മറ്റേ എനിക്ക് വേറെ പേരൊന്നും കിട്ടിയില്ല. അന്നേരം സുധിയണ്ണൻ്റെ സീഡല്ലേ, സുധിയണ്ണൻ്റെ സീഡല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തപ്പോൾ ഇതേ കൊടുത്തൊരു സ്പൂണായി നോക്കിയപ്പോൾ ഈ സീഡ് കറക്റ്റ് ഇത്. അതുകൊണ്ട് എല്ലാ ജീവികൾക്കും സുധിയണ്ണൻ്റെ ഇതിൻ്റെയൊക്കെ പേരിടാൻ വിചാരിച്ചു. സുധിയണ്ണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സുധിയണ്ണൻ എന്നത്ത് നെക്കി കഴിഞ്ഞാൽ സുധിയണ്ണനെ കാണാം. മറ്റേ സുധിയണ്ണൻ്റെ ഇത് കാണാം. അല്ലെങ്കിൽ സെർച്ചിൽ പോയി സുധിയണ്ണനെ നെക്കിയാലും മതി കേട്ടോ. ഒരു മിനിറ്റ്, എൻ്റെ സ്കിന്ന് അവിടെ പോയി. ഈ സ്കിന്നല്ലായിരുന്നു ഗൈസ്. നമുക്ക് അടുത്ത എപ്പിസോഡെങ്കിലും ഞാൻ ആ സ്കിന്നൊന്ന് റെഡിയാക്കാം. എൻ്റെ സ്കിന്ന് പോയി എന്നുവെച്ചാൽ ചില ഇത് കാരണം. ഇനി നമുക്ക് പോയി നമ്മുടെ പെറ്റിന് ഇത് സാധനങ്ങളെല്ലാം നമുക്ക് കാണാം. ഈ ബേസ് ഒന്ന് ചുറ്റി കാണിക്കണമല്ലോ നിങ്ങളെ. ആദ്യമേ തന്നെ എൻ്റെ ആക്സിലോട്ട്സ് എല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കുറച്ച് ദൂരെ പോയപ്പോൾ ഈ ആക്സിലോട്ടിനെയൊക്കെ കണ്ട്. അത് മറ്റേ ഈ ലെക്സ് കേവ് കണ്ടുപിടിച്ചു. ലെക്സ് കേവിലല്ലേ ഈ സാധാരണ ആക്സിലോട്ടൊക്കെ സ്പോണാണ്. ആക്സിലോട്ട് സ്പോണായില്ല. ഓരോ 1.25 മണിക്കൂറെങ്കിലും അവിടെ ഇന്ന് കാണും. അന്നേരം ഒരു ആക്സിലോട്ടിൽ സ്പോണായി. ഈ വീഡിയോ എല്ലാം ഞാൻ പിടിച്ചായിരുന്നു. പക്ഷെ ഔട്ട് ഓഫ് സ്റ്റോറേജ് ആയി കാരണം ഇൻട്രോ എടുത്ത് ബാക്കി എനിക്ക് കിട്ടിയില്ല. സ്റ്റോറേജ് ഫുള്ളാണ്. എൻ്റെ ഇത് ടാബില്ല ഞാൻ കളിക്കുന്നത്, PC-യിലല്ല. അതുകൊണ്ട് സ്റ്റോറേജ് ഫുള്ളായി കളിക്കും. ഇപ്പോൾ ആപ്പല്ല നല്ല ലാഗും ഉണ്ട്. വേണ്ട ഇതിനകത്ത് എൻ്റെ ആദ്യമേ തന്നെ എൻ്റെ മാപ്പാണ്. ഇവിടെ ഇങ്ങനെ 2 റൂം പോർട്ടലിൽ ഒരു വില്ലേജ്. ഞാൻ ഒരു മലയുടെ അകത്തല്ലേ ഇതാണ്ടിരിക്കുന്നു നമ്മുടെ മല. ഇതുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇത്. ഇയാൾക്ക് ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു വട്ടം കാണും. അല്ലാതെ കളിക്കുമ്പോൾ ഒരു ക്രോസ് വരെ നമുക്കെല്ലാം നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ബാക്കിയുള്ള മറ്റേ നമ്മുടെ പെറ്റിനെ കാണിക്കും. ബാക്കിയുള്ള പെറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പം എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു കസേരയുണ്ട്. കസേര ഇതിങ്ങനെ റെസ്റ്റ് എടുക്കുക. ഈ കസേരയൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇതെല്ലാം ഒന്ന് കാര്യട്ടെ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റെ ആക്സിലോട്ടൽസ്, പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് എൻ്റെ വേറൊരു കസേര, പിന്നെ ഒരു സിംഗിൾ ഒരു മരം. അടിപൊളി മരമാണ് ഗൈസ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അകത്തോട്ട് പോകുമ്പോൾ എൻ്റെ വേറെയും പെറ്റ്സൊക്കെ ഉണ്ട്. ഞാൻ അതിനെയൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു കൂടെ പോകുമ്പോൾ അതുകൊണ്ടിരിക്കുന്നത് എൻ്റെ നെതർ പോർട്ടലിൽ വരി പോകുമ്പോൾ ഒരു ചുമന്നൊരു ബുഡ് കിട്ടുന്ന ഭയമുണ്ട് അവിടോട്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സ്റ്റോറേജിൻ്റെ അകത്ത് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ക്രയൻ്റ് സ്മൂത്ത് കട്ടർ, ക്രാഫ്റ്റിംഗ് ടേബിൾ എല്ലാം, സ്റ്റോൺ കട്ടർ, സ്ക്രാപ്പിംഗ് ടേബിൾ എല്ലാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പം വേറൊരു മൂഡ് കയറ്റി അതിൻ്റെയാണ് ഇതും. പിന്നെ അത് അവിടെ ഇരിക്കുന്ന കസേരയും വേറെ ഫർണിച്ചറുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ട. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പെറ്റ്സാണ്. ആദ്യത്തെ പെറ്റ് ഇത് അപ്സു, ഇത് കുക്കു, ഇത് മീനിക്കുട്ടി. നിങ്ങൾക്ക് സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് കുറേ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഏതൊക്കെ കൊണ്ടുവരണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ക്രീപ്പർ വന്നെല്ലാം പൊട്ടിത്തെറിപ്പിച്ചെന്നെ ആകാശത്തോട്ട് പറപ്പിച്ചു വിടും. എനിക്ക് ചെറിയൊരു പേടിയാണ്. എനിക്ക് ഈ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ആകെയുള്ളൊരു പേടി ക്രീപ്പറിന് മാത്രം.
വേറെ വാർഡനൊക്കെ പോയെന്ന് വിചാരിക്കാം. പക്ഷെ ക്രീപ്പർ ഇവിടെ വെച്ച് ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവിടെ ഇങ്ങനെ ഗ്രാസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ 10-20 ക്രീപ്പർ വന്നു. മേളീനൊക്കെ ചാടി കയറുന്നത്. പിന്നെ സ്റ്റോറേജ് ഉണ്ടാക്കിയപ്പോൾ ഇതിനെ മണ്ടാക്കി ലൈറ്റ് വെച്ചില്ല. മേളീനെ തെറിച്ച് താരോട്ട് ഇവനിട്ടപ്പോന്ന് പറഞ്ഞു ആറ്റമ്പോൾ പൊട്ടനോട്ട് പൊട്ടിത്തെറിച്ച്. പിന്നെ ഈ ഒരു കൂടി ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ സ്വന്തം മറ്റേ നെതർ പോർട്ടലിൻ്റെ അകമൊക്കെ പിന്നെ കാണിക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഫില്ലാക്കണം, അത് എന്തോ ചെയ്യണമെന്നൊരു ഇതില്ല. ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടണേ. എനിക്ക് വല്ലതും ബിൽഡ് ചെയ്യണമെന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ, ഇനി കമൻറ്റ് ഇടണേ. പിന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ ഒരു പുഴ, ഇതിനകത്ത് 2 ആക്സിലോട്ടൽസ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഈ പിങ്കിനാണെങ്കിൽ ഇച്ചിരി ഇതാണ്, പുറത്തോട്ടെല്ലാം അങ്ങനെ ഇറങ്ങി നടന്നോളൂ. പക്ഷേ ഈ നീലയാണെങ്കിൽ കുഴപ്പമില്ല. ഈ നീല ആക്സിലോട്ട് ഇച്ചിരി റെയറാണ് പറയുന്നത്. പക്ഷേ സുധീണൻ പറഞ്ഞ് ഇത് പിങ്കാണ്. അതുകൊണ്ട് മറ്റേ ഈ പിങ്കിനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ റെഡ് ഫിന്ന്, ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പിങ്ക് ഫിന്ന് ഇതിനകത്ത് ഉണ്ട്. ഇത് രണ്ടും ഒരേ കൂട്ടി ഇരിക്കുന്നുണ്ട്, പക്ഷെ രണ്ടും ഒന്നാന്നാ പറയുന്നത്. ഇന്നിങ്ങനെ വരുമ്പോൾ വേറെ മോഡ്, അതിനകത്ത് കുറേ മോഡ് കയറ്റിയിട്ടുണ്ട് ഗൈസ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ മോഡ് മറ്റേ ഇതേക്കുറിച്ച് പെറ്റ്സൊക്കെ കൊണ്ടുവരും, ഇങ്ങനത്തെ ഫ്ലഫി പെറ്റ്സ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ട് എൻ്റെ കസേരയുടെ മോഡും മറ്റേ അനദർ ഫർണിച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോഡ്. ആ മോഡിൻ്റെയൊക്കെ ഞാൻ പേര് പറഞ്ഞുതരാം. ഇതേക്കുറിച്ച് വേറെ മോഡ്സ് ഉണ്ട്. പിന്നെ അത് 2 സെപ്പറേറ്റ് മോഡ്സാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു മോഡുണ്ട്, ഡേ കൗണ്ടർ അങ്ങനെ എന്താ പറയുക. ഇതിനകത്ത് എത്ര ദിവസം നമ്മൾ സർവൈവൽ ചെയ്ത് അതെല്ലാം ഇതിനകത്ത് കാണിക്കും. സർവൈവൽ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഒക്കെ മതി. ഇങ്ങനെ വല്ല ഗിഫ്റ്റൊക്കെ ഇത് എന്താണ്ട് ഇങ്ങനെ തുറന്നിട്ട് ഗിഫ്റ്റ് ആയി. ഇപ്പോൾ ഒന്നും ഇല്ല, ഞാൻ 2 ദിവസം സർവൈവൽ ചെയ്തു. ഞാൻ 13 ദിവസം ഞാൻ സർവൈവൽ ചെയ്ത്. ഒരു MLG അടിക്കാൻ വേണ്ടി മെളീനെ ജസ്റ്റ് ഒന്ന് താപ്പോട്ട് കയറി, നേരെ വെള്ളം വീണ്. പക്ഷെ വെള്ളം ഡിലീറ്റ് ആയിപ്പോയി, നല്ല ലാഗും. ഏറ്റവും ലാസ്റ്റ് ഞാൻ വേറെ വെള്ളമൊക്കെ എടുത്ത് ഞാൻ എന്തായാലും ചത്ത് കയറി. അതുകൊണ്ട് ഡേ കൗണ്ടർ ആദ്യം കൊടുത്തായി. ഇത്രയൊക്കെ ഞാൻ ഇതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രാസ് വെച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് പുല്ലൊക്കെ ഈ ലീവ്സൊക്കെ കൊണ്ടുപോകാൻ ഇരുന്ന വണ്ടക്കൊക്കെ വെച്ച് വേറൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തോ ചെയ്യാൻ. എനിക്ക് ഈ മൈൻക്രാഫ്റ്റ് തന്നെ കളിക്കുമ്പോൾ എന്തെങ്കിലും ബിൽഡാക്കാൻ എനിക്കിഷ്ടം. എക്സ്പ്ലോറിങ്ങിന് ഉണ്ടല്ല, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനൊരു മടി. ഇതെന്തായാലും എൻ്റെ അയൺ ആർമറൊക്കെ ആയി. ഈ മറ്റേ ഇത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതിൽ കൊടുത്ത സാധനങ്ങളും കിട്ടും. ഈ ഷാർപ്നെസ് ഇതും രണ്ടും മറ്റേ ഈ ബോയും നമുക്ക് ഇതിൽ തന്നെ കിട്ടിയതാണ്. പിന്നെ വേറെ കുറച്ച് ആരോസും പോഷൻസും ഒക്കെ കിട്ടി. ഇപ്പം നാളെ പറ്റുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ സ്കിന്നും കൊണ്ടുവരാം. ഇന്ന് ഞാൻ ഇത്രയും ചെയ്തോളൂ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ആദ്യത്തെ എപ്പിസോഡായതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 വീഡിയോയും കാണണമെന്ന് പറയുന്നത് പറ്റുമെങ്കിൽ കണ്ടാൽ മതി. പിന്നെ എൻ്റെ മോഡ്സിനെ കുറിച്ച് ഞാൻ കാണിച്ചില്ല. ഞാനത് ആ മോഡ്സിൻ്റെ പേര് ഞാൻ മറന്നു. ഞാൻ ഇപ്പോൾ ഇട്ടത്തോളം ആ മോഡ്സ് കുറച്ച് വനില മൈൻക്രാഫ്റ്റ് വിട്ട് തോന്നത്തില്ല. എന്തായാലും ഞാൻ കാണിച്ചത് ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ മോഡ് റിസോഴ്സ് പാക്ക് ഒക്കെ മതി. എന്താ 5 മോഡ്സ് ഇതുവരെ ഇട്ടിട്ടുണ്ടോ? ഡേ സർവൈവൽ, സ്പാർക്ക് പെറ്റ്സ്, ലൈറ്റ് ആഡ് ഓൺ, എച്ചോ ക്രിസ്റ്റൽ റിസോഴ്സസ്, അനദർ ഫർണിച്ചർ ആഡ് ഓൺ, പിന്നെ ഗ്ലോബൽ റിസോഴ്സ്. പിന്നെ ഒരു മോഡുണ്ട് ലുക്കി ടോൾസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്താ പോലെ മറ്റേ ഈ വാളും കൊണ്ട് കൊണ്ടുവരുമ്പോൾ എവിടെയൊക്കെ വെട്ടണമെന്ന് അത് കാണിച്ചു തരും. അതിനും ഈ മൈൻക്രാഫ്റ്റിനെ വെച്ച് ആരും കാണിച്ചു തരത്തില്ല, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചത്. എനിക്ക് പണ്ടേ തൊട്ട് ഈ മൈൻക്രാഫ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മൈൻക്രാഫ്റ്റിൽ ഒരു സീരീസ് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ആദ്യത്തെ എപ്പിസോഡാണ്, പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പറ. എനിക്ക് ഇത്രയും ക്രിയേറ്റിവിറ്റി ഒന്നും എനിക്കില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് ഹോളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ പറ എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങൾ ഇത് സുധീരൻ്റെ ചെയ്തായെന്ന് പറഞ്ഞാൽ സുധീരനെ പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കത്തില്ലെന്നല്ല, ഉണ്ടാക്കും. പക്ഷേ അതേ കൂട്ടത്തല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ സുധീരന ഒരു സ്മെൽട്ടറിങ് സ്റ്റേഷൻ ഉണ്ടാക്കി, സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കി. അതിങ്ങനത്തെ ഒരു ഇച്ചിരി വൈനൊക്കെ തൂക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഞാനാണെങ്കിൽ ഇച്ചിരി ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഇച്ചിരി തടിയൊക്കെ സൈഡിലൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ ഫ്യൂളാണെന്നൊക്കെ
ഉണ്ടാക്കി അതേ കുട്ടി ഞാൻ ഇനി ചെയ്യും. എന്ന് വെച്ചാൽ വേറെ വേറെ കാര്യങ്ങളും ആദ്യം ചെയ്യും, വേറെ വേറെ കാര്യങ്ങളിലായിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽസും കൊണ്ടുവരും, വേറെ വേറെ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതേ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ സൂര്യനൻ്റെ കൂട്ട് തന്നെ ഉണ്ടാക്കും. ഇത് ക്രിയേറ്റിവിറ്റി ഇല്ലല്ലോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്തൊക്കെ ഞാൻ ഉണ്ടാക്കണ്ടായതാണ്. എനിക്ക് ഇത്രയും ക്രിയേറ്റിവിറ്റി ഇല്ല ഗൈസ്. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. 10 സെക്കൻഡ് ആണ്ടോ ഉണ്ട്, 10 സെക്കൻഡ് ആണ്ടോ. നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നാളെ കാണാം. ടാറ്റാ ബൈ ബൈ. ഇന്നൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു. ബൈ ബൈ.